ചേറ്റുവഴി ശൂലപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണവും കലശവും ഏപ്രിൽ 24 മുതൽ മെയ് 1 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി കുമരകം ഗോപാലൻ, മേൽശാന്തി അമൽ മഹാദേവൻ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 24 രാവിലെ സ്ഥലശുദ്ധി, വാസ്തുബലി, വാസ്തുകലശം എന്നിവയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. 25 ഗുരുപൂജ, ഗണപതി ഹോമം, ചതുർശുദ്ധി, 26 ഭഗവതി സേവ, മുളപൂജ, ശാന്തി ഹോമം, 27 തത്വഹോമം, തത്വകലശപൂജ, ഉച്ചപൂജ എന്നിവ നടക്കും. അഷ്ടബന്ധ നവീകരണത്തിന് പിന്നാലെ നടത്തപ്പെടുന്ന കർപ്പൂരാദി 505 കലശം വളരെ അപൂർവമായ താന്ത്രിക ക്രമങ്ങളോടുകൂടിയ മഹാചടങ്ങാണ്. ബ്രഹ്മകലശം ഉൾപ്പെടെ വിവിധ ദൈവിക ശക്തികളെ ആവാഹിച്ച് 505 കലശങ്ങൾ സമർപ്പിക്കുന്നതാണ് ചടങ്ങിന്റെ പ്രധാന പ്രത്യേകത. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാശക്തി പുനർജീവിപ്പിക്കുവാനും പ്രദേശത്തിന്റെ ഐശ്വര്യവും ശാന്തിയും വർദ്ധിപ്പിക്കുവാനും ഈ കലശ ചടങ്ങിന് പ്രത്യേക ആത്മീയ പ്രാധാന്യമുണ്ടെന്ന് പ്രസിഡന്റ് ജോമോൻ കളത്തിൽ പറഞ്ഞു. ാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് ഒരു പൂജാതി കർമ്മങ്ങൾ നമ്മൾ നടത്തുന്നത് ഈ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് കർപ്പൂരാദി 505 കലശം എന്ന് പറയുന്നത്, അതായത് ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ്, ശൂലപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വൈദിക കർമ്മങ്ങൾ നടക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ കർപ്പൂരാദി കലശം 505 കലശം എന്ന് പറയുന്ന ആ വൈദിക താന്ത്രിക കർമ്മം നടക്കുന്നത്. ഇതിനു മുമ്പ് എൻ്റെ ഒരു ഓർമ്മയിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിപ്പോ ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് നമ്മുടെ 28 ബ്രഹ്മകലശപൂജ, 29 അഭിഷേകം, 30 കർപ്പൂര കലശപൂജ, 31 മരപ്പാണിയും അഷ്ടബന്ധ ലേപനവും നടക്കും. മെയ് 1 രാവിലെ 10 മണിക്ക് കലശാഭിഷേകവും കർപ്പൂരാദി 505 കലശവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി കൃഷ്ണൻകുട്ടി വിളയിൽ, ട്രഷറർ കുഞ്ഞുമോൻ ഇട്ടിത്തറ, കൺവീനർ KS പ്രവീൺകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.